ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ. കുറേ ദിവസമായില്ലേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ രാവിലെ എന്നിട്ടുള്ള പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്ന ചടങ്ങുകൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പല്ലേപ്പ് അങ്ങനത്തെ സംഭവങ്ങൾ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ സ്ഥിരം വരുന്ന ഒരു പൂച്ചുണ്ട്. അത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടറിയില്ല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇതിൻ്റെ മുന്നിട്ട് ഷോർട്സ് കണ്ടാൽ മനസ്സിലാവും ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. താത്തയും അനിയത്തിയൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ വിചാരിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ആ പൂച്ചക്ക് അനിയത്തി ഒരു മീനൊക്കെ കൊണ്ടുവന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കാണുന്ന തിരക്കിലാട്ടോ സൈനു ഉമ്മ. പിന്നെ എൻ്റെ വീട്ടിലെത്തിയാൽ രാവിലെ തന്നെ പെട്ടെന്ന് എണീക്കൂട്ടോ. എൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണെങ്കിൽ ഒരു 9 മണി ആ സമയത്ത് എണീക്കുള്ളൂ. ഇവിടെ ഒരു 7 മണിക്ക് തന്നെ എണീച്ചിരിക്കും. അങ്ങനെ പിന്നെ പുറത്തുനിന്നൊക്കെ കയറി അകത്ത് അടുക്കള വന്ന് നോക്കുമ്പോൾ അനിയത്തിയോടെ രാവിലേക്കുള്ള ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. രാവിലേക്ക് നമുക്ക് പൊറോട്ടയും ചിക്കൻ കറി, ഉച്ചക്ക് മീൻ കറി കേട്ടോ. പിന്നെ ഞാൻ സൈനുവിന് ഫുഡ് കൊടുത്തു. സൈനുവിന് ഞാൻ ബനാന പാൻകേക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതന്നെ പാത്തൂന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്തു പറഞ്ഞ സിസ്റ്ററിന്റെ മോളാട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഫുഡ് കഴിച്ചു. പറഞ്ഞ പോലെ പൊറോട്ടയും ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അനിയത്തി ഉണ്ടാക്കിയ കറിയായിട്ട് പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് പോകാനുള്ള ടൈമായി. അങ്ങനെ ഉമ്മ പോയിട്ടുണ്ടായിരുന്നു. കാരണം ശനിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഉമ്മ പോകുന്ന ടൈം പറയുന്നത് ഒരു 8:30 ആ ടൈമിലാട്ടോ. അങ്ങനെ ഉമ്മ 8:30 ആയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ വന്നിട്ട് റൂം വൃത്തിയാക്കാൻ വിചാരിച്ചു. ഞാനും ഉമ്മയും ഈ റൂമിലായിട്ട് കിടക്കുക. പിന്നെ റൂമിന്റെ അവസ്ഥ കണ്ടെങ്കിൽ നെറ്റ് ഉണ്ടായത് എല്ലാ വീട്ടിലും തന്നെ ആവുന്നതാണ് എൻ്റെ വിശ്വാസം. ജനവാതിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ നല്ല വെളിച്ചം വരും. അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു, പുറത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു ട്രാൻസിഷൻ നോക്കിയാലോ. ഞാൻ ആദ്യം സെയിം ബെഡ്ഷീറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി പറഞ്ഞത് ആ ബെഡ്ഷീറ്റ് മാറ്റാനുള്ള ടൈമായിരുന്നു. അപ്പോൾ ഞാൻ വേറെ ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ 2 ട്രാൻസിഷൻ ആയില്ലേ. പിന്നെ ഞാൻ നേരെ പോയിട്ട് അടിച്ചു വാരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അടിച്ചു വാരി താത്തയായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നത്. അനിയത്തിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി അതിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വന്നതിൻ്റെ ഒരു ഉദ്ദേശം പറയുന്നത് വീട്ടിൽ നനച്ചുള്ളിയും കൂടി എടുക്കാച്ചിട്ടാണ്. ഉമ്മ ജോലിക്ക് പോകാനായിട്ട് ഉമ്മക്ക് എപ്പോഴൊന്നും ഈ നനച്ചുള്ളി സംഭവങ്ങളൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ 3 വന്നിട്ടാണ് എല്ലാ പ്രാവശ്യം ഇങ്ങനെ എടുത്ത് കൊടുക്കലാട്ടോ അമ്മക്ക്. അപ്പോൾ പിന്നെ നനച്ചുള്ളി കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾ ഞായറാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരി കൊടുത്തിട്ട് ടേബിളും ക്ലീൻ ആക്കിയിട്ട് ഞാനും സൈനും വേഗം പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ച് കഴിഞ്ഞ ശേഷം സൈനുവിന് ഞാൻ വേഗം ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈന് ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. മാന്തളുടെ കറി പയറുപ്പേരി കേട്ടോ. പിന്നെ ഞാനൊരു മഞ്ഞ വത്തക്കല്ലേ അതെടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൈനു എണീച്ചപ്പോൾ സൈനുവിന് ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സൈനുവിന് ഞാൻ ഉച്ചയ്ക്ക് കിച്ചടി ആട്ട കൊടുക്കല്ലേ. നമ്മൾ ചോറും പരിപ്പൊക്കെ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിളും കൂടെ ഇടും. അങ്ങനെ അത് കൊടുത്തതിന് ശേഷം സൈനുവിൻ്റെയും പാത്തുവിൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തി ഹോസ്പിറ്റലിൽ പോയി വന്ന സമയത്ത് കുറച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ഒരു ചെറിയ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാൻ വിചാരിച്ചു. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ആ ചൂടിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജ്യൂസ് അടിക്കാൻ വിചാരിച്ചിട്ട് അടിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കിപ്പോൾ ഈ വീഡിയോസ് ഒക്കെ എടുത്ത് വരുന്നത് എൻ്റെ താത്താൻ്റെ മോനാട്ടോ ലാസിം. ഓരോട് ഞാൻ വീഡിയോ എടുത്തിട്ട് ചോദിച്ചപ്പോൾ ഒരു മടിയില്ലാതെ എടുത്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ ചിക്കു ഷേക്കോടെ വീഡിയോ ഷേക്കല്ല ജ്യൂസ് പോലെ അടിച്ചു കേട്ടോ. പാല് കുറവേണം. അതുകൊണ്ട് കുറച്ച് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. രസമുണ്ടോ? മധുരണ്ടോ? സൂപ്പർ പറയും. ഈ ജ്യൂസ് അടിച്ചാൽ പാല് കുറവാ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി തിക്കാൻ വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ് പഴം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ചതിന് ശേഷം ഈവനിങ് ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മളെല്ലാവരും കൂടുതൽ ദിവസം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കബക്ക് വലിയങ്ങാടി പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചിക്കബക്ക് കാട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇവിടുന്ന് കഴിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ മസാല ദോശ, പൂരി അങ്ങനത്തെ ഐറ്റംസ് സ്വാഗതം പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ ലാസിമിന് ബ്രോസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ വിചാരിച്ചിട്ട് നമ്മൾ ചിക്കബക്കിനിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 10 പീസ് ബ്രോസ്റ്റഡ് ചിക്കനും നഗറ്റ്സും പിന്നെ വാട്ടർമെലൺ ജ്യൂസും ലൈമും ആയിരുന്നു. സൈനുവിനെ പിന്നെ ഹൈച്ചറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പാത്ത് പിന്നെ അങ്ങനെ ഇരിക്കില്ല. പാത്ത് കുറച്ച് കുടുംബത്തിയാണ്. അപ്പോൾ പിന്നെ പാത്ത് ഓളം മടിയിൽ തന്നെ താത്തൻ്റെ മടിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ജാംജും ഹൈപ്പർ മാർക്കറ്റ് കേട്ടോ. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് അന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. കാണാത്തൊന്ന് കണ്ടുവെക്കുക. അങ്ങനെ പോയി നമ്മൾ ആദ്യം കുറച്ച് മല്ലിയില പുതിനയില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഞായറാഴ്ച ഞാൻ ബിരിയാണി വെക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീട്ടിലില്ലാത്ത സാധനങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മേലത്തെ സെക്ഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേലത്തെ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു 5 പീസിൻ്റെ ഒരു സെറ്റ്, അതായത് പാത്രത്തിൻ്റെ ഒരു സെറ്റ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഫുഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സെറ്റാട്ടോ. അത് ഉമ്മാക്കും ഉമ്മാൻ്റെ കമ്പനിയിൽ ഉമ്മാൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫിന് വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഈ ചോറ് ഊറ്റിയിരുന്ന ഓട്ടത്തട്ടില്ല, അത് നമ്മളെ വീട്ടിലുള്ളത് അത്യാവശ്യം നാശമായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നനച്ചുള്ളിപ്പൊക്കെ എടുത്ത സമയത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഫാൻസിൻ്റെ സെക്ഷനിൽ പോയിട്ട് പാത്തിന് കുറേ ക്ലിപ്സൊക്കെ നോക്കി. പക്ഷേ പാത്തുവിന് മുടി വരാൻ ടൈം ആവണുള്ളൂ. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അൽക്കുലത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എസ്കലേറ്റർ ഉണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ എസ്കലേറ്ററിലൊക്കെ ഇറങ്ങി താഴെ പോയൊക്കെ ന്യൂട്ടലൊക്കെ ഭയങ്കര ഓഫറുണ്ട്. ന്യൂട്ടല്ലാന്നാണോ നെട്ടല്ലാണെന്നൊക്കെ പറയണൊക്കെ അറിയില്ല. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ല് ചെയ്ത് ഇറങ്ങാൻ നിൽക്കാട്ടോ. ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ആഡ് ചെയ്യാട്ടോ. അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് നമുക്കൊരു കൂപ്പൺ കിട്ടും. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ ഓട്ടോയിൽ കയറി വീട്ടിൽ പോകട്ടോ. അപ്പം ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ഫസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു സൈനുവിന് വേണ്ടിയിട്ട് ഒരു തോർത്ത് ചെയ്യുന്നുണ്ടോ. സൈനുവിൻ്റെ പഴയ തോർത്തൊക്കെ ഭയങ്കര മുഷിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തോർത്ത്, പിന്നെ 2 ഡബ്ബ അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പിന്നെ ചോറ് വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം, പിന്നെ കുറച്ച് ഇല ഐറ്റംസ്, അതായത് കറിവേപ്പില, മല്ലിയില, പുതിനയില അങ്ങനത്തെ, പിന്നെ കുറച്ചല്ല ഒരു തൈര്, പിന്നെ 2 മാങ്ങ. ആ മാങ്ങൻ്റെ കഥ പറയാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ മാങ്ങ ഭയങ്കര വാടിയ വാങ്ങിയിരുന്നു കേട്ടോ. പഴുത്ത കോലുണ്ടെങ്കിലും വാടിയ ചൊവ്വയെന്നു കേട്ടോ. പിന്നെ നമ്മളൊരു വാഷിംഗ് ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 6 വരുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.